അപ്പോൾ ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 5 ടൈപ്പ് കെമിക്കൽ റിയാക്ഷൻസിനെ കുറിച്ച് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. ഒന്നെന്ന് പറയുന്നത് കോമ്പിനേഷൻ റിയാക്ഷൻ, രണ്ടെന്ന് പറയുന്നത് ഡീകമ്പോസിഷൻ റിയാക്ഷൻ, മൂന്നെന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് റിയാക്ഷൻ, 4 ഡബിൾ ഡിസ്പ്ലേസ്മെൻറ്റ്, 5 ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ. ഇത്രയും റിയാക്ഷൻസാണ് വരുന്നത്. അതിൽ നമ്മൾ ഒരു കെമിക്കൽ റിയാക്ഷൻസിനകത്ത് കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കോമ്പിനേഷൻ റിയാക്ഷൻസ് ആർ ദോസ് റിയാക്ഷൻ ഇൻ വിച്ച് 2 or more റിയാക്റ്റൻസ് കമ്പൈൻസ് ടു ഫോം 1 പ്രോഡക്റ്റ്. അതായത് എത്ര വേണമെങ്കിലും റിയാക്റ്റൻസ് അവിടെ റിയാക്ട് ചെയ്യാം, പക്ഷെ നമുക്ക് കിട്ടുന്ന പ്രോഡക്ട്സ് എന്തായിരിക്കണം, ഒറ്റ ഒരു പ്രോഡക്റ്റേ ഉണ്ടാവാൻ പാടുള്ളൂ, ഒന്നിൽ കൂടുതൽ ഉണ്ടാവരുത്. അപ്പോൾ ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ പ്രോഡക്റ്റ് ഉണ്ടാവുമ്പോൾ ആ ഉണ്ടാവുന്ന റിയാക്ഷനാണ് എന്തെന്ന് പറയുന്നത്, കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ, H2+O2 ഗീവ്സ് H2O. അപ്പം 2 റിയാക്റ്റൻസ് അവിടെ കമ്പൈൻ ചെയ്ത് സിംഗിൾ പ്രോഡക്റ്റ് ആയിട്ടുള്ള വാട്ടർ അവിടെ ഫോം ചെയ്തു. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാൽഷ്യം ഓക്സൈഡും വാട്ടറും CaO+H2O ഇത് രണ്ടും കൂടെ റിയാക്ട് ചെയ്ത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യുന്നു.